ചില ആൾക്കാർക്ക് രാത്രി തറാവീഹ് നിസ്കാരവും ഇല്ല. നമുക്കതിന് കഴിയുന്നില്ല. എത്ര വലിയ പുണ്യമുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആരെങ്കിലും ഒരു ഇമാമിൻ്റെ കൂടെ മൻ ഖാമ മഅൽ ഇമാമി ഹത്താ യൻസറിഫ കുതിബ ലഹു ഖിയാമു ലൈല, ആ ഇമാമ് പിരിഞ്ഞു പോകുന്നത് വരെ പൂർണ്ണമായി നിന്ന് രാത്രി നിസ്കാരം നിർവഹിച്ചാൽ ആ രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലി ആ മനുഷ്യന് കിട്ടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ സന്തോഷ വാർത്ത അറിയിച്ചിട്ടുള്ളത്. ആ കൂലിയും ആ പ്രതിഫലമൊന്നും നമുക്ക് വേണ്ടേ? റമദാനിൻ്റെ ആദ്യത്തെ 10 പകുതിയിലധികം ദിവസങ്ങൾ നമ്മളോട് സലാം പറഞ്ഞ് തിരിച്ചു പോയിരിക്കുന്നു. നമ്മൾ മാറിയിട്ടുണ്ടോ? നമുക്കൊരു പുരോഗതി ഉണ്ടായിട്ടുണ്ടോ? ഈമാനികമായിട്ട് നമ്മൾ വളർന്നിട്ടുണ്ടോ? ഒരു 5 സെക്കൻഡ് കണ്ണടച്ചുകൊണ്ട് നമ്മളിലേക്കൊന്ന് ചുരുങ്ങിയിട്ട് നമ്മളോട് ചോദിക്കുക, കഴിഞ്ഞ 5-6 ദിവസങ്ങളിൽ ഞാൻ ആരായിരുന്നു? മാറ്റമൊന്നും കാണുന്നില്ല എങ്കിൽ, മാറാനുള്ള തീരുമാനങ്ങൾ നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല എങ്കിൽ ഈ യാത്ര അപകടമാണ്. അള്ളാഹുവിൽ അഭയം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. കൊഴിഞ്ഞു പോകുന്ന ഓരോ ദിവസവും വില മതിക്കാനാകാത്തതാണ്. വിത്ത് വിതച്ച് വെള്ളമൊഴിച്ച് മുള പൊട്ടി ആ ചെടി വളർന്നു വരുന്നത് നമ്മൾ ഉറക്കമൊഴിച്ച് കാവലിരുന്നിട്ടില്ല എങ്കിൽ ഈ മാസം നമുക്ക് നഷ്ടപ്പെടും. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ ജാഗ്രത കാണിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പേ നടന്നവർ നമുക്ക് ഒരുപാട് പാഠങ്ങൾ സമ്മാനിച്ചവരാണ്. അവർ നയിച്ച ജീവിതവും അവർ രേഖപ്പെടുത്തിയ ചരിത്രവും നമുക്ക് ഊർജവും ഉന്മേഷവും ആവേശവും പകരുന്നതാണ്. ചുരുങ്ങിയ സമയത്തിനിടക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരുടെ ജീവിതത്തിൽ നിന്ന് ഒപ്പിയെടുത്ത വളരെ ചിന്തനീയമായ മനോഹരമായ ചില ജീവിതാനുഭവങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ആ തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങൾ നമ്മളെ ഉറക്കത്തിൽ നിന്ന് തട്ടി ഉണർത്തും. തശബ്ബഹു ഫഇല്ലം തകൂനു മിസ്ലഹും ഫഇന്ന തശബ്ബുഹ ബിൽ കിറാമി ഫലാഹു. അവരെപ്പോലെയൊന്നും നിങ്ങൾക്കാകാൻ പറ്റിയിട്ടില്ല എങ്കിലും അവരെപ്പോലെയൊക്കെ ആകാൻ ശ്രമിക്കുക എന്നത് തന്നെ വിജയമാണ്. സ്വർഗത്തിന് വേണ്ടി അവരെന്തൊക്കെ സഹിച്ചിട്ടുണ്ട്, അവരെന്തൊക്കെ ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ചൂടേറിയ കനൽ വഴികളിലൂടെയാണ് അവർ യാത്ര ചെയ്തത്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു എന്ന ചെറുപ്പക്കാരൻ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു അനുഭവമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ പ്രബോധനം തുടങ്ങി. ശക്തമായ എതിർപ്പുകൾ, വിയോജിപ്പുകൾ, അത് പീഡനമായി, അത് കൊടും ക്രൂരതകളായി, കൊടിയ അക്രമങ്ങളായി മാറി. അവസാനം മക്കക്കാർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുചരന്മാരെയും നബിയെ പിന്തുണച്ചവരെയും ഒറ്റപ്പെടുത്തുന്നുണ്ട്, ഉപരോധിക്കുന്നുണ്ട്. ഷഅബ് അബി താലിബ് എന്നൊരു തലക്കെട്ട് ഇസ്ലാമിക ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അബൂ താലിബിൻ്റെ താഴ്വര. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ ഒറ്റപ്പെടുത്തി, അബൂ താലിബിനെ ഒറ്റപ്പെടുത്തി, ഹാഷിം കുടുംബത്തെയും മുത്തലിബ് കുടുംബത്തെയും അവർ ഒറ്റപ്പെടുത്തി. ശക്തമായ ഉപരോധമായിരുന്നു. അവരുമായിട്ട് മക്കക്കാർ സംസാരിക്കൂല, വിവാഹ ഇടപാടുകൾ നടത്തുകയില്ല, കച്ചവട ഇടപാടുകൾ നടത്തുകയില്ല. കച്ചവടക്കാർ മക്കയിലേക്ക് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടരും ആ ചരക്ക് വാങ്ങുന്നതിന് മുമ്പ് മക്കക്കാരെത്തും. അവർ ആ ചരക്ക് വാങ്ങിക്കൊണ്ടുപോകും. ഇനി നബിയും കൂട്ടരും വില പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിനേക്കാളും വില ഏറ്റി പറയും. 3 വർഷമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും അബൂ താലിബിൻ്റെ മലംചെരുവിൽ പച്ചിലകൾ തിന്ന് കാലം കഴിച്ചു കൂട്ടിയത്. അതിലൊരു രാത്രിയെ പറ്റിയിട്ട് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു രാത്രി ഞാൻ മൂത്രം ഒഴിക്കാൻ വേണ്ടി എഴുന്നേറ്റതാണ്. അപ്പോൾ ആൾക്കാരിൽ നിന്നൊക്കെ കുറച്ച് ദൂരേക്ക് മാറിപ്പോയി. അങ്ങനെ മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂത്രം ചെന്ന് തട്ടുന്നത് നിലത്തല്ല, മണ്ണിലല്ല. ആ മൂത്രം ചെന്ന് പതിക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ അതൊരു ഒട്ടകത്തിൻ്റെ ഉണങ്ങിയ തോലാൻ. അദ്ദേഹം എന്താ ചെയ്തതെന്ന് അറിയോ? ആ ഒട്ടകത്തിൻ്റെ തോലെടുത്തു, അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി. 3 ദിവസം സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പശിയടക്കിയത്, വിശപ്പടക്കിയത് ആ തോലുകൊണ്ടാണ്. നമ്മൾ ചിന്തിക്കേണ്ടത്, ഒരാൾ മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് ആ മൂത്രം ചെന്ന് വീഴുന്നിടത്തുനിന്ന് ഒരു ഉണങ്ങിയ തോല് കിട്ടുന്നു. ആ തോലുകൊണ്ട് 3 ദിവസം പട്ടിണി അകറ്റി എന്ന് പറയുമ്പോൾ അവരനുഭവിച്ച പട്ടിണിയുടെയും വിശപ്പിൻ്റെയും തീവ്രത എത്രയാണ്. ഷഅബ് അബി താലിബിൻ്റെ താഴ്വരയിൽ നിന്ന് കരച്ചിൽ കേൾക്കാം, കുട്ടികളുടെയും സ്ത്രീകളുടെയും കരച്ചിൽ. വിശന്നിട്ടാണ് ആ ആർത്തു കരച്ചിൽ, ആ നിലവിളി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ദുഃഖിച്ചിട്ടുണ്ടാകും. കാരണം നിസ്കാരത്തിൽ പോലും ഒരു കുട്ടിയുടെ ശബ്ദം കേട്ടാൽ, കരയുന്ന ഒച്ച കേട്ടാൽ നിസ്കാരം ചുരുക്കിയ നേതാവിൻ്റെ പേരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി എത്ര വേദനിച്ചിട്ടുണ്ടാകും. പ്രിയപ്പെട്ടവർ, ഇതൊക്കെ ചരിത്രമാണ്, ഇതൊക്കെ ഇസ്ലാമിൻ്റെ ഇന്നലകളാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച ഒരു സൂര്യപ്രകാശമല്ല. അതിലൊരുപാട് പച്ചയായ മനുഷ്യരുടെ ത്യാഗങ്ങളുണ്ട്, സഹനങ്ങളുണ്ട്, അവരനുഭവിച്ച കഷ്ടപ്പാടുകളുണ്ട്. നമ്മൾ വളരെ ഗൗരവത്തിൽ ഈ വിഷയങ്ങൾ കാണണം. നമുക്കെന്ത് ത്യാഗമുള്ളത്, നമുക്കെന്ത് സഹനമുള്ളത്. ഒരു 40 മിനിറ്റ് തറാവീഹ് നിസ്കരിച്ചാൽ തന്നെ എന്തോ ഒരു മലമറിച്ച ഫീലാണ് നമുക്ക്. ഞാൻ എന്തോ വലിയൊരു സംഭവം ചെയ്തു. ഒരു ദിവസം ഒരു 5 പേജ് ഖുർആൻ ഓതിയാൽ ഇന്ന് തിരക്കടില്ല, അത്യാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് തോന്നുന്നത്. ചില ആൾക്കാർക്ക് രാത്രി തറാവീഹ് നിസ്കാരമില്ല, നമുക്കതിന് കഴിയുന്നില്ല. എത്ര വലിയ പുണ്യമുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആരെങ്കിലും ഒരു ഇമാമിൻ്റെ കൂടെ മൻ ഖാമ മഅൽ ഇമാമി ഹത്താ യൻസറിഫ കുതിബ ലഹു ഖിയാമു ലൈല, ആ ഇമാമ് പിരിഞ്ഞു പോകുന്നത് വരെ പൂർണ്ണമായി നിന്ന് രാത്രി നിസ്കാരം നിർവഹിച്ചാൽ ആ രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലി ആ മനുഷ്യന് കിട്ടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ സന്തോഷ വാർത്ത അറിയിച്ചിട്ടുള്ളത്. ആ കൂലിയും ആ പ്രതിഫലമൊന്നും നമുക്ക് വേണ്ടേ? സ്വർഗം കൊതിച്ചുകൊണ്ട് വിഭവസമൃദ്ധമായി അള്ളാഹു ഒരുക്കിയ വിരുന്ന് ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി ഒഴിഞ്ഞിരിക്കാൻ ഈ റമദാനിലും നമുക്ക് കഴിയുന്നില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് വലിയ അപകടമാണ്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു നമുക്ക് പ്രചോദനമാകണം. ഇത്ര വലിയ ഒറ്റപ്പെടലും പീഡനങ്ങളും അനുഭവിക്കുമ്പോഴും അവർക്ക് പ്രതീക്ഷയായത് എന്താണ്? തീർച്ചയായും അത് സ്വർഗം തന്നെയാണ്. മൗദിഉ സൗത്തിൻ ഫിൽ ജന്ന ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ, സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് ചാരി വെക്കാനുള്ള ഇടം കിട്ടുകയാണെങ്കിൽ ദുനിയാവും അതിലുള്ളത് മുഴുവനും കിട്ടുന്നതിനേക്കാളും നല്ലത് അതാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മൾ ഉഹദിനെ പറ്റിയിട്ട് ചിന്തിച്ചിട്ടുണ്ടാവും. ഒരുപാട് ധീര മുജാഹിദുകളുടെ കഥ പറയുന്നുണ്ട്. ഉഹദിൻ്റെ പോർക്കളത്തിലേക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും ഇറങ്ങുന്നതിന് മുമ്പ് 2 മനുഷ്യന്മാർ നടത്തുന്ന പ്രാർത്ഥനയുണ്ട് ചരിത്രത്തിൽ. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹുവും സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവും. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു സഅദ് റളിയല്ലാഹുവിൻ്റെ അരികിൽ വന്നിട്ട് പറയാൻ, നമുക്കൊന്ന് പ്രാർത്ഥിച്ചൂടെ? നമ്മൾ യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് അള്ളാഹുവിനോട് കാര്യങ്ങൾ പറഞ്ഞൂടെ? എന്നിട്ടൊരു മൂലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആദ്യം സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ആണ് പ്രാർത്ഥിച്ചത്. സഅദ് റളിയല്ലാഹുവിൻ്റെ പ്രാർത്ഥന, അള്ളാഹുവേ, ഞാൻ ഉഹദിലേക്ക് ഇറങ്ങുമ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും കരുത്തനായ, ഏറ്റവും ശക്തനായ ഒരു എതിരാളിയെ നീ എൻ്റെ നേരെ അയക്കണം. ഞങ്ങൾക്കിടയിൽ നല്ലൊരു സംഘടന നടക്കണം. അവസാനം ആ പോരാട്ടത്തിനൊടുവിൽ എനിക്ക് അയാളെ കീഴ്പ്പെടുത്തണം. അയാളുടെ ഗനീമത്ത് സ്വത്ത് എനിക്ക് സ്വന്തമാക്കണം. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു ആമീൻ പറഞ്ഞു. അടുത്തത് അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷിൻ്റെ പ്രാർത്ഥനയാണ്. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹുവിൻ്റെ പ്രാർത്ഥന, അള്ളാഹുവേ, ഉഹദിൽ എൻ്റെ നേരെ ആ കൂട്ടത്തിലെ ഏറ്റവും കരുത്തനായ ഒരു എതിരാളിയെ നീ അയക്കണം. ഞങ്ങൾക്കിടയിൽ നല്ല പോരാട്ടം നടക്കണം. ആ സംഘട്ടനത്തിനൊടുവിൽ ആ എതിരാളി എന്നെ കീഴ്പ്പെടുത്തണം. എന്നിട്ട് എൻ്റെ കാതും എൻ്റെ മൂക്കുമൊക്കെ ആ മനുഷ്യൻ അറുത്തുമാറ്റണം. നാളെ നിൻ്റെ മുമ്പിൽ ഞാൻ വരും, കാതില്ലാത്തവനായി, മൂക്കില്ലാത്തവനായി. അന്ന് നീ ചോദിക്കും, യാ അബ്ദല്ലാ മൻ ജദഅ അൻഫക വ ഉദ്നക്, നിൻ്റെ മൂക്കെവിടെ, നിൻ്റെ കാതെവിടെ? അന്ന് അല്ലാഹുവേ, ഞാൻ നിന്നോട് പറയും, ഫീക വ ഫീ റസൂലിക്, നിൻ്റെ മാർഗത്തിൽ, നിൻ്റെ റസൂലിൻ്റെ മാർഗത്തിൽ ആ മൂക്കും ആ കാതും ഛേദിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. അല്ലാഹു അന്ന് നീ മറുപടി പറയും, സദഖ്ത അബ്ദുല്ല, നീ പറഞ്ഞത് സത്യമാണ്. ആ പ്രാർത്ഥനക്കാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ആമീൻ പറയുന്നത്. സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഉഹദ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷിൻ്റെ കാതുകളും മൂക്കും കയറിൽ കെട്ടിത്തൂക്കിയത് ഞാൻ കണ്ടു എന്നാണ്. പ്രിയപ്പെട്ടവരെ, ആ പ്രാർത്ഥനയുടെ തീവ്രത എത്രയാണ്! അവർക്ക് ഉറപ്പായിരുന്നു മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ട് എന്നുള്ളത്. സ്വർഗം സത്യമാണ്, നരകം സത്യമാണ്, നാളെ ഞങ്ങൾ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരുമെന്ന ഉറപ്പ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർക്കുണ്ടായിരുന്നു. നമ്മൾ ചിന്തിക്കേണ്ടത് പ്രാരാബ്ദങ്ങളില്ലാത്തവരും പ്രശ്നങ്ങളില്ലാത്തവരൊന്നും ആയിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർ. 9 പെൺമക്കളുള്ളൊരു വാപ്പ വരുന്നുണ്ട് ഉഹദിലേക്ക്. 9 പെൺമക്കളുള്ള വാപ്പ. അയാൾ കടക്കാരൻ കൂടിയാണ്. ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപ്പ അബ്ദുല്ലാഹ് ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹു. യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിൻ്റെ സഹോദരിമാരുടെ കാര്യം നീ നോക്കണം. ഒറ്റ ആൺകുട്ടിയാണ്. ആ കുടുംബത്തിൻ്റെ ഭാരം മുഴുവൻ ജാബിർ റളിയല്ലാഹുവിനെ ഏൽപ്പിച്ചു. വാപ്പാൻ്റെ കടം നീ പരിഗണിക്കണം, നീ ശ്രദ്ധിക്കണം. അബ്ദുല്ലാഹ് ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹു ഉഹദിലേക്ക് ഇറങ്ങി ഷഹീദായി.
മുടന്തുള്ള കാലുമായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹു വരുന്നുണ്ട്. 4 ആൺമക്കളാണ്. ആ 4 ആൺകുട്ടികൾ പറഞ്ഞു, വാപ്പാ നിങ്ങൾ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റൂല, നിങ്ങൾ ഇളവുള്ള ആളാണ്, നിങ്ങൾ മുടന്തുള്ള ആളാണ്, നിങ്ങൾ യുദ്ധത്തിന് പങ്കെടുക്കാൻ പാടില്ല. തടഞ്ഞു. അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നിട്ട് കരയാൻ, നബിയെ എൻ്റെ മക്കൾ എനിക്ക് അനുവാദം തരുന്നില്ല, എനിക്ക് ഷഹീദാകണം, ഷഹാദത്ത് മുടന്തുള്ളവർക്കും വേണ്ടേ. അവസാനം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളോട് പറയാണ്, ദഉ ലഅല്ല അല്ലാഹ യർസുഖുഹു ഷഹാദ, നിങ്ങൾ അംർ ഇബ്നു ജമൂഹിനെ വിട്ടുകളയുക, ചിലപ്പോൾ അല്ലാഹു അദ്ദേഹത്തിന് ഷഹാദത്ത് നൽകിയേക്കാം. മദീനയിൽ നിന്ന് പുറപ്പെടുമ്പോൾ കിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ആകാശത്തേക്ക് കൈകൾ ഉയർത്തി അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹു നടത്തുന്നൊരു പ്രാർത്ഥനയുണ്ട് ചരിത്രത്തിൽ. അല്ലാഹുമ്മർസുഖ്നി ഷഹാദ വലാ തറുദ്ദനി ഇലാ അഹ്ലി ഖായിബ, അല്ലാഹുവേ നീ എനിക്ക് ഷഹാദത്ത് നൽകണം, എന്നെ രക്തസാക്ഷിയാക്കണം, എൻ്റെ കുടുംബത്തിലേക്ക് നീ എന്നെ മടക്കരുത്. പ്രിയപ്പെട്ടവരെ, ഉഹദ് കഴിഞ്ഞപ്പോൾ 70 ശുഹദാക്കളുടെ കൂട്ടത്തിൽ ഒരു ഷഹീദിൻ്റെ പേര് അംർ ഇബ്നു ജമൂഹ് എന്നാണ്. അംർ ഇബ്നു ജമൂഹിൻ്റെ ചേതനയറ്റ ശരീരത്തിനരികെ നിന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, സ്വർഗത്തിൽ മുടന്തില്ലാതെ അംർ ഇബ്നു ജമൂഹ് നടക്കുന്നത് ഞാൻ കാണുന്നു. അവർക്ക് ഇളവുണ്ടായിരുന്നു, പക്ഷെ അവർ പിറകോട്ട് വലിഞ്ഞിട്ടില്ല. ഉഹദിൽ ഒരു സഹാബിയുടെ മയ്യിത്ത് കുളിപ്പിച്ചത് മലക്കുകളാണ്. ഉഹദ് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മലക്കുകൾ മയ്യിത്ത് കുളിപ്പിക്കുന്നത് കണ്ടിട്ട് കൂടെയുള്ള അനുചരന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ ആ മനുഷ്യൻ്റെ പ്രിയതമയോട് പോയി ചോദിക്കണം എന്താണ് കാര്യം. ഹൻദല റളിയല്ലാഹു അൻഹു, സഹാബിമാർ ചെന്നു ജമീല റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയൊക്കെ വിവരം പറഞ്ഞിട്ടുണ്ട്, എന്താണ് സംഗതി? ജനാബത്തുകാരനായിട്ടാണ് എൻ്റെ അടുക്കൽ നിന്ന് ഹൻദല റളിയല്ലാഹു അൻഹു ഇറങ്ങിപ്പോയത്. ഉഹദിലേക്കുള്ള പോർവിളി വന്നപ്പോൾ കുളിക്കാൻ കാത്തു നിന്നിട്ടില്ല, ജനാബത്തുകാരനായിട്ടാണ് ഹൻദല റളിയല്ലാഹു അൻഹു ആ യുദ്ധത്തിൽ ഷഹീദായത് എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ എത്രയെത്ര അംർ ഇബ്നു ജമൂഹുമാർ, ഇങ്ങനെ എത്രയെത്ര അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷുമാർ, ഇങ്ങനെ എത്രയെത്ര ഹൻദലമാർ, അവർക്ക് നമുക്ക് പ്രചോദനമാകണം, നമുക്ക് പ്രേരണയാകണം, മുന്നോട്ട് ഗമിക്കാനുള്ള ഊർജമാകണം. എന്താ സംഭവം എന്നറിയോ? നമുക്കിപ്പോഴും സ്വർഗവും നരകവും ശരിക്കും ബോധ്യപ്പെട്ടിട്ടില്ല. അത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങണം, മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങണം. അത് പറഞ്ഞാൽ പോരാ, കേട്ടാൽ പോരാ, അതിൽ ഉറച്ച വിശ്വാസം വേണം. അതുകൊണ്ടല്ലേ ഖുർആൻ ആദ്യം എന്താണ് അറബികളെ പഠിപ്പിച്ചത്? ആദ്യം ഖുർആൻ അവരെ പഠിപ്പിച്ചത് എന്താണ്? നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ആദ്യമായിട്ട് ഇറങ്ങിയ സൂറത്തുകളിലുള്ളത് ഫീഹാ ദിക്റുൽ ജന്നതി വന്നാർ, സ്വർഗത്തെയും നരകത്തെയും പറ്റിയിട്ടുള്ള പരാമർശങ്ങളാണ്. ആ വിശ്വാസം ഖുർആൻ അവരുടെ മനസ്സിലങ്ങോട്ട് ഉറപ്പിച്ചു. പിന്നെ അതിന് ശേഷമാണ് ഹലാലുകളും ഹറാമുകളൊക്കെ ഇറങ്ങുന്നത്. ഹത്താ സാബൻ നാസു ഇലൽ ഇസ്ലാം, മനുഷ്യന്മാർ ഇസ്ലാമിലണ്ട് ഉറച്ചതിന് ശേഷമാണ് ഹറാമുകളെ പറ്റിയിട്ടും ഹലാലുകളെ പറ്റിയിട്ടൊക്കെ വിശദമായിട്ടുള്ള വിവരങ്ങൾ ഖുർആൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. ആദ്യം വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തശ്റബുൽ ഖംർ, നിങ്ങൾ കള്ളു കുടിക്കരുത് എന്നാണ് പറഞ്ഞിരുന്നത് എങ്കിൽ ഞങ്ങളാരും കള്ളുകൂടി നിർത്തൂല. ആദ്യം വന്നിട്ട് ലാ തസ്നു, നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞിരുന്നത് എങ്കിൽ ഞങ്ങളാരും വ്യഭിചാരം നിർത്താൻ പോകുന്നില്ല. പക്ഷെ എന്തുകൊണ്ട് കള്ളു കുടിക്കാൻ പാടില്ല? എന്തുകൊണ്ട് വ്യഭിചരിക്കാൻ പാടില്ല? എന്തുകൊണ്ട് ഞങ്ങൾ ത്യാഗങ്ങൾ സഹിക്കണം? എന്തുകൊണ്ട് ഇസ്ലാമിന് വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം സമർപ്പിക്കണം? അതാണ് ഖുർആൻ ആദ്യം അവരെ പഠിപ്പിച്ചത്. സ്വർഗവും നരകവും അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ദുനിയാവിലെ ജീവിതം നമുക്കൊരു പ്രശ്നമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഗാമിദിയ ഗോത്രത്തിൽ നിന്നൊരു പെണ്ണ് വരാൻ, യാ റസൂലല്ലാഹ് ഇന്നി സനൈതു ഫതഹിർനി, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്നെ ശുദ്ധിയാക്കണം. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? ഇസ്ലാമിക ഭരണമുള്ള അടുത്ത് ഭരണാധികാരിയുടെ അടുത്ത് വന്നിട്ട് ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്നെ ശുദ്ധിയാക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ എറിഞ്ഞു കൊല്ലണം എന്നാണ് ആ പെണ്ണ് പറഞ്ഞത്. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മടക്കി അയച്ചു. അടുത്ത ദിവസം ആ സ്ത്രീ വരികയാൻ, ആ സ്വഹാബി വനിത വരികയാൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, നിങ്ങൾ എന്താണ് ഇന്നിങ്ങനെ മടക്കി അയക്കുന്നത്? നിങ്ങൾ മടക്കി അയച്ചിട്ടൊന്നും കാര്യമില്ല. വ ഇന്നി ലഹുബുല, ഞാൻ ഗർഭിണിയാണ്. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ നിൻ്റെ പ്രസവം കഴിഞ്ഞിട്ട് വാ, കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷം വാ. ആ സ്വഹാബി വനിത തിരിച്ചുപോയി. അവരുടെ പ്രസവം കഴിഞ്ഞു. അവർ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലെത്തി. കുഞ്ഞുമായിട്ടാണ് വന്നത്. ഒക്കത്ത് അവരുടെ ചോരപ്പൈതലുണ്ട്. നബിയെ, ഞാനിതാ വീണ്ടും വന്നിരിക്കുന്നു, നിങ്ങൾ ശിക്ഷ നടപ്പിലാക്കണം. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ തിരിച്ചു പോകണം. ഇപ്പോൾ കുട്ടി പാല് കുടിക്കുന്ന സമയമല്ലേ, ആ മുലകുടി പ്രായം കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ആ സഹോദരി തിരിച്ചുപോയി.
ആ കുട്ടിയുടെ മുലകുടി പ്രായം കഴിഞ്ഞു. ആ കുട്ടിയുമായി കൊണ്ട് ആ സ്വഹാബി വനിത അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വീണ്ടും വന്നു. അന്ന് വന്നപ്പോൾ അവരുടെ കയ്യിൽ, ആ കുട്ടിയുടെ കയ്യിൽ ഒരു റൊട്ടി കഷ്ണമുണ്ട്. അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കാനാണ്. എൻ്റെ കുട്ടിയുടെ മുലകുടി പ്രായം കഴിഞ്ഞിട്ടുണ്ട് റസൂലേ, അവരിതാ ഹുബ്സ് കഴിക്കാനായിട്ടുണ്ട്, റൊട്ടി കഴിക്കാനായിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ശിക്ഷ നടപ്പിലാക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാലിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ശിക്ഷ നടപ്പിലാക്കാനുള്ള ഓർഡർ കൊടുത്തു. സഹാബിമാർ അവരെ കൂട്ടിക്കൊണ്ടുപോയി. അവരെ ഒരു കുഴിയിലേക്ക് ഇറക്കി നിർത്തി കല്ലെറിഞ്ഞു കൊല്ലുകയാണ്. റജം ഇസ്ലാമിലെ നിയമമാണ്. വ്യഭിചരിച്ചവർ വിവാഹിതയാണെങ്കിൽ, വിവാഹിതനാണെങ്കിൽ അവരെ എറിഞ്ഞു കൊല്ലണം. ആ ശിക്ഷയാണ് അവിടെ നടപ്പിലാകുന്നത്. ഖാലിദ് റളിയല്ലാഹു അൻഹു ഒരു കല്ലെടുത്തെറിഞ്ഞപ്പോൾ അവരുടെ ശരീരത്തിൽ നിന്ന് രക്തം ചീറ്റി. അത് ഖാലിദ് റളിയല്ലാഹുവിൻ്റെ മുഖത്തേക്ക് തെറിച്ചു. ആ സമയത്ത് ഖാലിദ് റളിയല്ലാഹു അൻഹു അവരെ ചീത്ത വിളിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടപ്പോൾ പറഞ്ഞു, മഹ്ലൻ യാ ഖാലിദ്, ഖാലിദെ തിരുത്തണം. ലഖദ് താബത്ത് തൗബത്തൻ, ആ പെണ്ണ് ചെയ്ത തൗബയുണ്ടല്ലോ അതൊരു കൊടും കുറ്റവാളിക്കു പോലും പര്യാപ്തമാണ്, അവർക്ക് പോലും മതിയായതാണ്, അതുകൊണ്ട് നീ ചീത്ത വിളിക്കാൻ പാടില്ല എന്നാണ്. പ്രിയപ്പെട്ടവർ, ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 സംഭവങ്ങൾ, നമുക്ക് കിട്ടുന്ന 2 പാഠങ്ങൾ. ഒന്ന്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പലതവണ മടക്കി അയച്ചു. കുട്ടി പ്രസവിക്കാനുള്ള സമയം അവർക്ക് കൊടുത്തു, കുഞ്ഞിനെ പ്രസവിക്കാനുള്ള സമയം കൊടുത്തു, കുഞ്ഞിന് പാലൂട്ടാനുള്ള സമയം കൊടുത്തു. പക്ഷെ അവർ ആ ശിക്ഷ മറന്നിട്ടില്ല, അവരുടെ മനസ്സ് മാറിയിട്ടില്ല. കാരണം അവർക്കറിയാം ദുനിയാവ് കുറച്ചേ ഉള്ളൂ, ഞങ്ങൾക്ക് കാലാകാലം ജീവിക്കാനുള്ളത് ആഖിറത്തിലാണ്, ഒരിക്കലും അവസാനിക്കാത്ത തീർന്നു പോകാത്ത ജീവിതം അവിടെ വരാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, കടലിൽ ചെന്നിട്ട് നിങ്ങളുടെ വിരലൊന്ന് മുക്കുക, എന്നിട്ട് ആ വിരൽ ഉയർത്തി നോക്കുക. ഫൽയൻദുർ അഹദുക്കും ബിമാ യർജി, എന്താണ് ആ വിരൽ തുമ്പിൽ ഉണ്ടാവുക? ഒരു തുള്ളി വെള്ളമാണ് ഉണ്ടാവുക. ആ ഒരു തുള്ളി വെള്ളമാണ് ദുനിയാവ്. ആ പരന്നു കിടക്കുന്ന വിശാലമായ സമുദ്രമില്ലേ, സാഗരമില്ലേ, അതാണ് ആഖിറത്ത് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ ആശയം ആ സ്വഹാബി വനിതയുടെ മനസ്സിലുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ഞങ്ങളുടെ ജീവിതമാണ്, പ്രശ്നമല്ല, ഒരിക്കലും നശിക്കാത്തൊരു ജീവിതം നമുക്ക് വരാനുണ്ട്. രണ്ടാമത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, രണ്ടാമതും മൂന്നാമതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വരുമ്പോൾ ആ സ്വഹാബി വനിത ഒരു ഉമ്മയാണ്. ചോരപ്പൈതൽ അവരുടെ കയ്യിലുണ്ട്. ചെറിയ 2 വയസ്സ് പ്രായമായൊരു കുട്ടി അവരുടെ കയ്യിലുണ്ട്. ആ കുട്ടിയെ വേറൊരാളെ ഏൽപ്പിച്ചിട്ടാണ് ഇസ്ലാമിൻ്റെ നിയമം, ശിക്ഷ ഏറ്റുവാങ്ങാൻ ആ സഹോദരി തയ്യാറാകുന്നത്. അതാണ് അവരുടെ തൗബയുടെ ആഴം. ആഖിറത്ത് ബോധ്യപ്പെട്ട ഒരു മനുഷ്യൻ്റെ മടക്കമാണത്. പ്രിയപ്പെട്ട, ഞാൻ പറഞ്ഞു വരുന്നത്, ആ മരണത്തിന് ശേഷമുള്ള ജീവിതമാണ് നമ്മൾ സ്വപ്നം കാണേണ്ടത്. ആഖിറത്ത് വിശാലമാണ്, സ്വർഗം സുന്ദരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബിമാർ ചോദിക്കുന്നുണ്ട്, യാ റസൂൽ അല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, അയനാമു അഹ്ലുൽ ജന്ന, സ്വർഗ്ഗക്കാർ കിടന്നുറങ്ങോ? സ്വർഗ്ഗക്കാർക്ക് ഉറക്കമുണ്ടോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അന്നൗമു അഹുൽ മൗത്ത്, ഉറക്കമെന്നത് ഒരു തരം മരണമാണ്. അഹ്ലുൽ ജന്നത്തി ലാ യനാമൂൻ വലാ യമൂതൂൻ, സ്വർഗ്ഗക്കാർ അവർ ഉറങ്ങുകയില്ല, അവർ മരിക്കുകയും ഇല്ല. അപ്പോൾ സ്വർഗ്ഗത്തിലെത്തിയ ഒരു മനുഷ്യൻ ഉറങ്ങുന്നില്ല, ഉറങ്ങേണ്ട ആവശ്യമില്ല, അവിടെ ക്ഷീണമില്ല, തളർച്ചയില്ല, മുഴുവൻ സമയവും ആസ്വദിക്കാനും അനുഗ്രഹങ്ങൾ അനുഭവിക്കാനുമുള്ള ലോകമാണ് സ്വർഗം. ആ സ്വർഗം നമ്മൾ മുന്നിൽ കാണുക, അതിനുവേണ്ടി നമ്മൾ നന്നായിട്ട് ഒരുങ്ങുക. നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ റമദാനിൽ പോലും ദുനിയാവിൻ്റെ പിന്നാലെ ഓടിയിട്ട് ആഖിറത്തിലേക്കുള്ള വിഭവങ്ങൾ ഒരുക്കാൻ നമ്മൾ മറന്നിരിക്കുന്നു. അള്ളാഹു എന്തിനാണ് നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചത്? നമ്മൾ വലിയ കച്ചവടക്കാരനാകാനാണ്? ഒരു അറബി നാട്ടിൽ വന്നിട്ട് നമ്മുടെ നാട്ടിൽ ഒരു വലിയ കൊട്ടാരം പണിയാനാണോ? അല്ലെങ്കിൽ നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ പേരക്കുട്ടികൾക്കും അടുത്ത തലമുറക്കും തിന്നാനുള്ളത് ഉണ്ടാക്കി വെക്കാനാണോ? അതിനൊന്നുമല്ല, അതൊന്നും വേണ്ടാന്നൊന്നല്ല പറയുന്നത്. പക്ഷേ നമ്മുടെ ലക്ഷ്യം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ആത്മാർത്ഥമായിക്കൊണ്ട് നമ്മൾ ഒരുങ്ങുക, ചിന്തിക്കുക, സഅദ് ബിൻ അബി വക്കാസിലേക്ക് എനിക്കിനി എത്ര ദൂരമുണ്ട്, ഹൻദലയിലേക്ക് എനിക്കിനി എത്ര ദൂരമുണ്ട്, അബ്ദുല്ലാഹിബ്നു ജഹ്ഷിലേക്ക് എനിക്കെത്ര ദൂരമുണ്ട്, അബ്ദുല്ലാഹിലു ഹറാമിലേക്ക് എനിക്കിനി എത്ര ദൂരമുണ്ട്. വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കുക. അങ്ങനെ ഒരു മാറ്റം നമ്മൾ മുമ്പിൽ കാണണം. ഒരു തിരിഞ്ഞുനോട്ടം അനിവാര്യമാണ്. ഒരു മടക്കം ജീവിതത്തിൽ നിർബന്ധമാണ്. ആത്മാർത്ഥമായിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മൾ പണിയെടുക്കുക. അള്ളാഹു നമ്മുടെ പരിശ്രമങ്ങൾക്ക് ഏറ്റവും നല്ല പ്രതിഫലം നൽകട്ടെ. നമ്മുടെ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.